ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. ഹോസ്പിറ്റൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ 7ാം മാസത്തിലത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ എന്താ പറയുക, ഇന്ന് ഓഗസ്റ്റ് 19 കേട്ടോ. ഓഗസ്റ്റ് 19 തീയതിയാണ് ഞാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുളിയൂണിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഏത് ഡോക്ടറിനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമല ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത്. അമല ഹോസ്പിറ്റലിൽ ബെറ്റ്സി തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ എല്ലാ ദിവസവും ഇരിക്കില്ല കേട്ടോ. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ പിന്നെ ബുധനും വ്യാഴവും, അങ്ങനെ ആ ഒരു 3 ദിവസമാണ് കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമാണ് ആൾ ഇരിക്കുകയുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒരു 9:30 തലേദിവസം തന്നെ ഓട്ടോയ്ക്ക് വിളിച്ചു പറഞ്ഞു കേട്ടോ. ഓട്ടോയ്ക്കാണ് പോണത്. നമ്മൾ വഴി കുറച്ച് മോശം കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. വേറെ വഴിയും കാര്യങ്ങളില്ല. അപ്പോൾ വഴി ഇപ്പോൾ എല്ലാ റോഡും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു 9:30 ആകുമ്പോഴേക്കും ഡോക്ടർ വണ്ടിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ വന്നു 9:30, ഒരു 10 മണി കഴിയണോട് കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമല ഹോസ്പിറ്റൽ. അപ്പോൾ അമല ഹോസ്പിറ്റലിലാണ് ഞാൻ എന്താ പറയുക കാണിച്ചിട്ടുള്ളത്. അമല ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എല്ലാവർക്കും അമലയിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നാൽ അമലയിൽ, കാരണം ഞങ്ങൾക്ക് ഇത്തിരി ദൂരമുണ്ട് കേട്ടോ അമല ഹോസ്പിറ്റലിലേക്ക്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനും ഇത്തിരി കൂടുതലും ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഓട്ടോ ചേട്ടനെ വിട്ടിട്ട് ഞങ്ങൾ നേരെ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ടോക്കൺ മുന്നേ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ ടോക്കൺ വന്നിട്ട് 3 കേട്ടോ. പക്ഷേ നമ്മുടെ റിസപ്ഷനിൽ നല്ല തിരക്കായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ നിർത്തിയിട്ട്, അപ്പോൾ നമ്മൾ ടോക്കൺ അത് എന്തോ ക്യാഷ് ആക്കുക അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് അത് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അന്ന് പോയ ദിവസം 19 തീയതിയാണ് ഞാൻ പോയത്. എഡിറ്റ് ചെയ്യണത് വേറൊരു ദിവസമാണ് കേട്ടോ. എഡിറ്റ് ചെയ്യണത് 20 തീയതിയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ടോക്കണൊക്കെ ക്യാഷ് ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഇവിടേക്ക് പോവാം കേട്ടോ. ഡോക്ടറുടെ റൂമിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ അമ്മ ഓടുന്നുണ്ട് കേട്ടോ. കാരണം ഒരു 10:30 ആവാറായി, 10:15 ആ ഒരു ടൈമാണ്. കാരണം 3 കാരണം, ടോക്കൺ നമ്പർ 3 കാരണം വേഗം വിളിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ നേരെ പോയത് BP അതുപോലെ തന്നെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ഒന്നും വല്ലാണ്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. 56 എന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും എനിക്ക് 55 ഉണ്ടായിരുന്നുള്ളൂ. വെയിറ്റ് വല്ലാണ്ട് വെച്ചിട്ടൊന്നുമില്ല. സാധാരണ എനിക്ക് പ്രഷർ 88 ഉണ്ടാവാറുള്ളൂ. എന്തോ ഇപ്രാവശ്യം 105 കാണിക്കുന്നുണ്ട്. പക്ഷെ നോർമലാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ടോക്കൺ വരുന്നത് 3. അപ്പോഴേക്കും BPയും അതുപോലെ തന്നെ പ്രഷറും BPയും അതുപോലെ തന്നെ വെയിറ്റും നോക്കിക്കഴിഞ്ഞാലാണ് ഇവർ ഈ ടോക്കൺ അവർക്ക് സിസ്റ്റേഴ്സിനെ കൊടുക്കുക കേട്ടോ. ഉള്ളിലിരിക്കുന്ന സിസ്റ്റേഴ്സിനെ കൊടുക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറിനൊക്കെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബുക്ക് ചെയ്യാണ്ട് നമ്മൾ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് 33 അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ലേറ്റ് ആകും. അപ്പോൾ നമുക്ക് 6 കേട്ടോ ടോക്കൺ വന്നിട്ടുള്ളത്. അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കും ഞാൻ ചേട്ടനൊക്കെ വിളിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളുടെ കഴിയുമ്പോൾ ഏകദേശം ഒരു 11 മണി കഴിയണോടുകൂടി ഡോക്ടറെ കണ്ട് കഴിഞ്ഞു കേട്ടോ. വേഗം തന്നെ അതിൻ്റെ ഇടയിൽ ഡോക്ടർ ചെറുതായിട്ടൊന്ന് എണീറ്റ് പോയിരുന്നു. കാരണം ഈ ബെറ്റ്സി ഡോക്ടർ എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്തോ ഹെഡോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അമല ഹോസ്പിറ്റലിൽ. ഇപ്പോൾ പ്രിൻസിപ്പാളോ അങ്ങനെ എന്തോ ആണ് ആൾ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ആൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും പോയിട്ട് വേഗം തന്നെ വന്നു. എന്തോ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഈശ്വരാ ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക, ലേറ്റ് ആവുമല്ലോ ഇന്ന്
എന്ന് ഞാൻ വിചാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ലേറ്റായൊന്നുമില്ല. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആളെത്തി കേട്ടോ. അങ്ങനെ ആളെത്തി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോണത് മുണ്ടൂർക്കാണ് കേട്ടോ. മുണ്ടൂർക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്സെറ്റ് നാശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹെഡ്സെറ്റ് നാശമായ കാരണം അപ്പോൾ ഞാനൊരു ഹെഡ്സെറ്റ് മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇനി കേച്ചേരി നമ്മൾക്ക് പോവില്ലേ, കേച്ചേരി പോവാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് നമ്മൾ കേച്ചേരിക്ക് എത്തില്ല. കേച്ചേരി എന്താ പറയുക, എത്തണേക്ക് മുന്നേ ഇപ്പോൾ ഞാൻ അമലയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമലയിൽ നമ്മൾ പോണ റൂട്ടായിരുന്നില്ല, അപ്പുറത്തെ സൈഡായിരുന്നു, റൈറ്റ് സൈഡിലായിരുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയല്ല പോണത്. അപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നു നമ്മുടെ ഇങ്ങനത്തെ ഫോൺ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാധാ ഹെഡ്സെറ്റാട്ടോ മേടിക്കണം. എൻ്റെ കയ്യിൽ എയർപോഡും കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ചാർജർ എൻ്റെ ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ഹെഡ്സെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഞാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ, ഇങ്ങനത്തെ ഹെഡ്സെറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെഡ്സെറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഹെഡ്സെറ്റ് മേടിച്ചു, അതുപോലെ 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എന്തായാലും കയറിയതല്ലേന്ന് വെച്ചിട്ട് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചിട്ട് നേരെ വീട്ടിലെത്തി കേട്ടോ. അതെ, വീട്ടിലെത്തി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ മറ്റേ സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കയറിയതല്ലേന്ന് വെച്ചിട്ട് സ്ക്രീൻ കാർഡും മാറ്റി, അതുപോലെ തന്നെ മറ്റേ ഫോൺ കവറില്ലേ അതിൻ്റെ പൗച്ചും ഞാൻ ഒരെണ്ണം മാറ്റി കേട്ടോ. അതിൻ്റെ ബ്ലാക്കായിരുന്നു. അപ്പോൾ ഞാൻ അത് വേറെ കളറൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു ഗ്രീനും അതുപോലെ തന്നെ പിന്നെ ഒരു ബ്ലൂവോ അങ്ങനെ എന്തോ ആയിരുന്നു ഉള്ളത്. വേറെ ബ്ലാക്കും ഗ്രീനും ബ്ലൂവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു കളറും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ എന്തോ കിട്ടിയില്ല. ഇതിന് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഓൺലൈനിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ, ഈ ഒരു ഹെഡ്സെറ്റാണ് മേടിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു 6 മാസം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുണ്ടൂരായതുകൊണ്ട് 6 മാസത്തെ 19/8/24 എഴുതിയൊക്കെ തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉപയോഗിക്കണ കാരണം പെട്ടെന്ന് ഹെഡ്സെറ്റ് അധികം നാൾ എൻ്റെ നിൽക്കാറില്ല. എപ്പോഴത്തുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ 6 മാസം വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിന് മുന്നേ ഇത് വല്ലതും നാശമായി കഴിഞ്ഞാൽ മുണ്ടൂരായതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല കാരണം അവിടെ പോകാനായിട്ട്. കാരണം എൻ്റെ അമ്മയുടെ വീട് മുണ്ടൂരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞു. ഡോക്ടറെ കണ്ടത് ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ ഒരു സമയം 12 മണി ആയിട്ടില്ല കേട്ടോ. 12 മണി ആണുള്ളൂ. ഞങ്ങൾ ഒരു 9:30 പോയി. കാരണം ടോക്കൺ നമ്പർ 3 ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 10 മണിക്ക് എത്തണ വിധത്തിൽ നമ്മൾ ഇവിടുന്ന് പോയിട്ടോ. അങ്ങനെ പോയി. പക്ഷെ നമ്മൾ എത്തുമ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഇതായിരുന്നു. അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടു. ആദ്യം ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. വയറൊക്കെ ഒന്ന് ഇതൊക്കെ ആക്കി, തൊട്ടൊക്കെ നോക്കി, ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ആക്കി. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ട് വരണം. 3 ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ 30 ആഴ്ച ആയിട്ടുണ്ട്. 3 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് 35 ആഴ്ചയിലാണ് ഇനി സ്കാനിങ് ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 35 ആഴ്ച ആവുമ്പോൾ സ്കാനിങ് പറയാം. അപ്പോൾ ഈ 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാം. അപ്പോൾ സ്കാനിങ്ങിന് എഴുതി തരാമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് 56 വെയിറ്റ് നോക്കിയപ്പോൾ. പിന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ BP ഒക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. കാലത്ത് ഞാൻ പുട്ട് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. പുട്ടും പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ വലിയ വിശപ്പായിട്ടില്ല. നമ്മൾ 1 മണിയാകുമ്പോഴാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ വലിയ വിശപ്പായിട്ടില്ല. എന്നാലും ഇപ്പോൾ തന്നെ കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.